നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഭൂതത്താൻകെട്ട് ഡാമിലാണ്. ഭൂതത്താൻകെട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആലുവയാണ്. ആലുവയിൽ നിന്ന് 44 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 37 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ്. എറണാകുളം സിറ്റിയിൽ നിന്നാണെങ്കിൽ 58 കിലോമീറ്റർ. ഈ ഭൂതത്താൻകെട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ ഭൂതത്താൻകെട്ടെന്ന്. അതായത് ഭൂതങ്ങൾ കെട്ടിയിരിക്കുന്ന ഒരു ഡാമാണെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഭൂതത്താൻകെട്ട് എന്നുള്ള പേര്. ഇവിടെ കാണുന്ന ഒരു ചെറിയ പാലമാണ്. പാറക്കെട്ടുകൾക്കിടയിൽ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കടക്കുന്നതിന് വേണ്ടി കെട്ടിയിരിക്കുന്ന ഈ പാലമാണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഈ അടുത്ത പാറയിലേക്ക് കയറണമെങ്കിൽ ഈ പാലം വഴി കയറണം. അവിടെ നിന്ന് അടുത്ത പാറക്കെട്ടിലേക്കും വീണ്ടും ഒരു പാലമുണ്ട്. ഈ 2 പാലം കയറി ചെന്നാലാണ് നമുക്ക് അടുത്ത പാറക്കെട്ടിലേക്ക് ചെല്ലാൻ കഴിയുള്ളൂ. നേരെ കാണുന്നതാണ് നമ്മൾ ഈ കാട്ടിൽ കൂടി നടന്നു വന്ന് ചെയ്യുന്ന ആദ്യത്തെ സ്ഥലം. അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ 2 പാലം വഴി ഇങ്ങോട്ട് കയറേണ്ടത്. ആദ്യം അല്പം ചരിത്രം പറയാം. 4th സെഞ്ചുറിയിൽ അതുമൊഴി 1341 ആണ്ടും 2 സമയത്തായിട്ട് ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടലും ലാൻഡ് സ്ലൈഡിങ് എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് മല ഇടിഞ്ഞിട്ട് മലയിൽ നിന്ന് നേരെ ആ ലാൻഡ് സ്ലൈഡ് വന്ന് അവസാനിച്ചത് അറബിക്കടലിലാണ്. അങ്ങനെയാണ് പെരിയാർ നദിയുടെ ഉത്ഭവം. അതാണ് ഇത്. പെരിയാർ നദിയുടെ കുറുകെയാണ് ഇങ്ങനെ ഒരു അണക്കെട്ട് പോലെ കാണുന്നത്. അതായത് മാൻമെയ്ഡ് അല്ല. അന്ന് ആ ഉരുൾപൊട്ടലിൽ വന്ന കല്ലുകൾ, വലിയ വലിയ പാറകൾ ഇവിടെ വന്ന് അടിഞ്ഞ് അങ്ങനെ ഉറഞ്ഞ് ഒരു അണക്കെട്ട് പോലെയായി. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ടുള്ളത്, മാൻമെയ്ഡ് ആയിട്ടുള്ളത്. അത് രണ്ടും കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയും. ഒന്ന് മനുഷ്യൻ നിർമ്മിച്ചതും ഒന്ന് പ്രകൃതി നിർമ്മിച്ചതും. അപ്പോൾ ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ പാറക്കല്ല് ഒന്നടിഞ്ഞ് ഇവിടെ ഈ അണക്കെട്ടുണ്ടായിരുന്നുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ കാണുന്ന ദൂരഭാഗത്ത് കല്ലുകളില്ല. അതിൽ കൂടിയാണ് പെരിയാർ നദി വളരെ വീതി കുറഞ്ഞ് ഒഴുകുന്നത് ഈ ഭാഗത്ത്. ഇതിൻ്റെ മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ശിവനും പാർവതിയും തമ്മിൽ ഉള്ളൊരു സൗന്ദര്യ പണക്കത്തിൽ ശിവൻ ഹിമാലയത്തിൽ നിന്ന് വന്ന് ഇവിടെ അക്കരെ കാണുന്ന തൃക്കരിയൂർ എന്ന ക്ഷേത്രത്തിൽ അവിടെ തപസ്സിരുന്നു. ശിവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പാർവതി ഭൂതാണങ്ങളോട് അപേക്ഷിച്ചു. അങ്ങനെ ഭൂതാണങ്ങൾ അവിടെ ഒരു ഡാം കെട്ടിയിട്ട് വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഈ അമ്പലം വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ ശിവൻ തിരികെ പോകുമെന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഒരു ഡാം കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഡാം കെട്ടി തീരാറായപ്പോൾ ശിവന് മനസ്സിലായി ഈ ഡാം ഉയർന്നു വന്നാലുള്ള ഭവിഷ്യത്ത് മറ്റുള്ള ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ഒരു പൂവൻ കോഴിയുടെ ഒരു സൗണ്ട് എടുത്തിട്ട് കോഴി കൂവുന്ന പോലെയുള്ള സൗണ്ട് ഉണ്ടാക്കി. ഭൂതാണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി നേരം പുലരാറായെന്ന്. അവരങ്ങനെ അവരുടെ വർക്ക് ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി. അതുകൊണ്ട് ഒരു ഭാഗത്ത് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ആ ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ നദി ഒഴുകുന്നത് എന്നാണ് ഒരു പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ ആളുകൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത് മാൻമെയ്ഡ് അല്ല. ഇങ്ങനെ പാറകൾ വന്ന് അടിഞ്ഞുറങ്ങി ഉണ്ടായ ഒരു തന്നെ നാച്ചുറലായിട്ടുണ്ടായ ഒരു ഡാമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതാണ് നമ്മളെ കണ്ട ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ വിവരങ്ങളെല്ലാം അതിനോട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നിന്നുള്ള ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്ററാണ് ഇടമലയാറയിലേക്ക് പോകാനുള്ള വഴി. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഇവിടെ വരുന്നവർക്ക് വളരെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ കൂടി വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഭൂതത്താൻകെട്ട് ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ നടന്നു വരണം. വളരെ തിക്ക് ഫോറസ്റ്റ് ആണ്. തന്നെയല്ല, ഇവിടെ കേരളത്തിലുള്ള എല്ലാ തരം വന്യജീവികളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ നദിയുടെ ഒരു ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഫോറസ്റ്റും മറുഭാഗത്ത് ഈ തൃക്കരിയൂർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് തെങ്ങുകളും റബ്ബർ എസ്റ്റേറ്റുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡുകളുടെ സൗകര്യം കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ കൗണ്ടറിൽ തന്നെ പറഞ്ഞാൽ അവർ ഗൈഡ്സിനെ അറേഞ്ച് ചെയ്യും. ഗൈഡ്സിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിനുള്ളിൽ വരുമ്പോൾ കാണുന്ന ഓരോ വൃക്ഷങ്ങളെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരും. എങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ, എങ്ങനെയാണ് എന്തെന്നുള്ളത്. വളരെ തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള എൻട്രി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അതിന് കാരണം 4 മണിക്ക് ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് ഒരാൾ കയറിയാൽ ഏതാണ്ട് ഒരു 5 മണി അല്ലെങ്കിൽ 5:30 ആകുമ്പോഴേക്കും തിരിച്ചിറങ്ങണം. പകൽ നേരമാണെങ്കിൽ കൂടി കൂരിട്ടിട്ടായിരിക്കും ഈ ഫോറസ്റ്റിനുള്ളിൽ. കാരണം രാത്രിയായി കഴിഞ്ഞാൽ രാത്രിയുടെ അവകാശികളെല്ലാം വെളിയിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് അവിടെ അപകടം പതിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടേക്കുള്ള എൻട്രൻസ് 4 മണിക്ക് തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് അത് ഓർക്കണം. 4 മണി കഴിഞ്ഞാൽ നമ്മൾ ദൂരം ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ കയറാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ ഭൂതത്താൻകെട്ട് ഡാം കണ്ടതിന് ശേഷം തിരിച്ച് നടക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ തിക്ക് ഫോറസ്റ്റ്. ഇപ്പം നമ്മൾ ഈ ഡാമിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രകാശമെല്ലാം കാണുന്നുണ്ട്. അല്പം കൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നും പകൽ തന്നെ. ഈ തിക്ക് ഫോറസ്റ്റിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എൻട്രൻസ് മുതൽ ഈ ഭൂതത്താൻകെട്ട് ഡാം വരെയുള്ളത്. താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നത് അല്പം സൂക്ഷിക്കണം. കാരണം ഇവിടെ ഇഴജന്തുക്കളെല്ലാം ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ കണ്ടൊന്നുമില്ല. അമാര് വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല. പക്ഷേ തലേ ദിവസം ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പത്തെ ദിവസം ഇവിടെ ആന വന്ന് നശിപ്പിച്ചിട്ടിരിക്കുന്ന സീനുകളൊക്കെ ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ആനപ്പിണ്ടവും ഞങ്ങൾ കണ്ടു. അതായത് ഈ സമീപത്ത് എവിടെയോ ആനയുണ്ടെന്ന് ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഫോറസ്റ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഓരോ വൃക്ഷങ്ങളുടെ ഡീറ്റെയിൽസും. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.